കേസ് പിശാചുക്കളുണ്ട്. അവൻ്റെ സ്ഥിരം പരിപാടി കേസ് കൊടുക്കല. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടം, പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുക. സ്ഥിരം വക്കീലും കാണും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക രോഗം പോലെയായി ഇവർക്ക്. കേസ് കൊടുക്കൽ പിശാച്, കേസ് രോഗികൾ. കർത്താവ് ഇവരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ കുറേയൊക്കെ ദുഃഖങ്ങളും വേദനകളും ഉണ്ടാവുക, എല്ലാത്തിനും കേസിന് പോവുക അല്ല ചെയ്യേണ്ടതെന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവണം. കർത്താവേ, കേസിൽ നിന്നും മറ്റ് വൈകല്യങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. കർത്താവേ, കേസും കൂട്ടുമായിട്ട് നടക്കാതിരിക്കുവാൻ ഞങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കേസ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ മൂന്നാമതൊരുത്തൻ്റെ മധ്യസ്ഥതയിൽ വിട്ടിട്ട് കേസ് അവസാനിപ്പിക്കുക. അല്ലാതെ ഇതുമായിട്ട് നടക്കുന്ന സ്വഭാവം നല്ലതല്ല, അത് നമ്മളെ നശിപ്പിക്കും. കർത്താവേ, ഇവരെ രക്ഷിക്കണമേ, കേസ് പിശാചിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.